കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിലുള്ള ഇൻഫോർമേഷൻ സെന്ററുകൾ അടച്ചുപൂട്ടി. 3 ജില്ലകളിലെ സെന്ററുകളാണ് പൂട്ടിയത്. ഇൻഫോർമേഷൻ ഓഫീസർമാരെ സർവകലാശാലയിലേക്ക് മാറ്റിക്കൊണ്ട് ഉത്തരവായി. ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ടും യൂണിവേഴ്സിറ്റികളുടെ വിവിധ സേവനങ്ങളുമായി ബന്ധപ്പെട്ടും വിവരങ്ങൾ നൽകാൻ സ്ഥാപിച്ച ഇൻഫോർമേഷൻ സെന്ററുകൾ അടച്ചുപൂട്ടി. പൊന്നാനി, വടകര, പാലക്കാട് എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന സെന്ററുകളാണ് പൂട്ടിയത്. ഇൻഫോർമേഷൻ ഓഫീസർമാരെ സർവകലാശാലയിലേക്ക് മാറ്റിക്കൊണ്ട് ഉത്തരവായി. സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടികൾ. സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ഓൺലൈൻ വഴിയും സർവകലാശാലയിലെ സുവേഗ കോൾ സെന്റർ വഴിയും ലഭ്യമാവുമെന്ന കാരണം പറഞ്ഞാണ് സെന്ററുകൾ അടച്ചത്. ഇൻഫോർമേഷൻ സെന്ററുകൾ അടച്ചുപൂട്ടാൻ കാലിക്കറ്റ് സെനറ്റ് യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. വർഷങ്ങൾ നീണ്ട മുറവിളികൾക്കൊടുവിലാണ് പൊന്നാനി MES കോമ്പൗണ്ടിൽ സെന്റർ തുടങ്ങിയിരുന്നത്. സ്ഥലവും കെട്ടിടവും വൈദ്യുതിയും വെള്ളവുമെല്ലാം MESന്റെ വകയാണ്. ഈ ഇനത്തിലൊന്നും സർവകലാശാലയ്ക്ക് ചിലവുകളുമില്ല. എന്നിട്ടും സെന്റർ പൂട്ടാതെ നിർവാഹമില്ലെന്ന മട്ടിലാണ് സർവകലാശാല അധികൃതർ. പാലോളി മുഹമ്മദ് കുട്ടി മന്ത്രിയായിരിക്കെയാണ് പൊന്നാനിയിൽ ഇൻഫോർമേഷൻ സെന്റർ തുടങ്ങുന്നത്. തീരദേശത്തെ വിദ്യാർത്ഥികൾക്ക് പുറമെ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന തൃശൂർ, പാലക്കാട് മേഖലകളിലുള്ള ഒട്ടേറെ വിദ്യാർത്ഥികളും പൊന്നാനിയിലെ ഇൻഫോർമേഷൻ സെന്ററിനെ ഏറെ ആശ്രയിക്കുന്നുണ്ട്. അടച്ചുപൂട്ടൽ നീക്കം കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത്. തേഞ്ഞിപ്പാലം സർവകലാശാല ഓഫീസിലേക്ക് വിദ്യാർത്ഥികൾക്ക് എത്തിപ്പെടാൻ ഏറെ ദുരിതമായതിനാലാണ് പൊന്നാനിയിൽ പകരം സൗകര്യമൊരുക്കാൻ തീരുമാനിച്ചിരുന്നത്. പേജ് TV ന്യൂസ്, പൊന്നാനി.